അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള മോൺസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സ്നേക്ക് ഹെഡാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഫിഷാണ് സ്നേക്ക് ഹെഡ്. അപ്പോൾ നമ്മളൊരു 3-4 സ്നേക്ക് ഹെഡിന് എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അത് വലുത് ഒരു 1.5 അടിയോളം എന്നാണ് പറഞ്ഞത്. വലിപ്പം ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ, 2 എണ്ണം ഒരു 1/4 അടിയോളം ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ 3 എണ്ണത്തിന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തേത് കിട്ടിയെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്നേക്ക് ഹെഡിനെ കൊണ്ട് നമ്മളിത് നടക്കാൻ പോകണമെന്ന് അർത്ഥം. പിന്നെ അതിൽ വരാൻ പോകുന്നത് ഒരു 4 ഓസ്കാറാണ്, 4-5 ഓസ്കാർ. ഇത്രയും ഫിഷിനെ നമ്മൾ ആദ്യം ഇടുന്നുള്ളൂ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ പാക്കുവിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അവനിടയിലൊന്ന് അരവണയൊന്ന് തോണ്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാക്കുവിനെ ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റും. എന്നിട്ട് ഈ ഓസ്കാറിനെയും എല്ലാവരെയും കൂടെ ഇതിലൊന്ന് സെറ്റാക്കി ഇടാനുണ്ട്. പിന്നെ നമ്മുടെ ഈ ടാങ്കുണ്ടല്ലോ, ജ്വൽ ടാങ്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യണോ പോയി വന്നിട്ട് സെറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേ കണ്ടില്ലേ, കുക്കു നോക്കണം എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന്. ഭയങ്കര സംസാരമാണ്. പിന്നെ ഇത് മെയിൻ്റനൻസിനായിരിക്കുമെന്നു. ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ എന്താ പറയുക ഇതുണ്ടാവും, ചെടികളൊക്കെ ഒന്ന് വളർന്ന് കാട് കയറിപ്പോയി, അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇങ്ങനെയുള്ള പണികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫിഷിനെ ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ്. ഇടയിൽ നമ്മൾ പുറത്ത് കുറച്ച് ഫിഷിനെ കൊണ്ടുവിട്ടില്ലായിരുന്നു. ഇവിടെ ടവറായി എൻ്റെ ഈ കാറിൽ കാരണമാണ് മേലത്തെ സായിപ്പ് കണ്ടിട്ട് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ബഹളക്കാരൻ നമ്മുടെ. അപ്പോൾ ഇവരെ ഏത് നിമിഷവും ആർക്ക് വേണേലും കൊടുക്കാം. ഓക്കെ, ഇവരെല്ലാം പാവങ്ങളാണ്. ഇവർ കണ്ടോ, ഇവർക്കൊന്നും ബഹളവും പിന്നെ ഇതൊന്നും. ഇതാരെന്നറിയാം, നമ്മുടെ ആ കുഞ്ഞില്ലായിരുന്നു ഒരു ചെറിയ ഒന്ന് നമ്മുടെ അടുത്ത് വിരിഞ്ഞ ഈ സീസണിൽ, ആ കുഞ്ഞാണിത്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാരൻസിനെ നമ്മൾ കൊടുത്തു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മാണി ആണ് അതിൻ്റെ പാരൻസിനെ കൊണ്ടുപോയത്, കോട്ടയക്കാരനാണ്. പിന്നെ ഇത് നമ്മുടെ ഇണങ്ങിയ പാരറ്റ് അതിൻ്റെ ആണിന് ഇവിടെ ഉണ്ട്. അവരെ മാറ്റിയിട്ടേക്കുവാണ്, ഫോഴ്സ്ഡ് ഡിവോഴ്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇട്ടിരുന്ന ഇതെന്തായെന്ന് നോക്കണം. ഇവിടെ കാട് കയറിയിട്ടാണുള്ളത്, പ്ലാന്റ്സ് കയറിയിട്ട് ഉണ്ടോ. പ്ലാന്റ്സ് എത്രയേ വളർന്ന് നോക്കി ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതിൽ പ്ലാന്റുകളൊക്കെ വളർന്ന് കാട് പിടിച്ചു. ഇതിപ്പോൾ ശരിക്കും കാണാത്തതുകൊണ്ടാണ്. ഇതിൽ വളരെയധികം ഫോക്സ് ടൈലും എല്ലാം വളർന്നുണ്ട്. എന്താ ഫോക്സ് ടൈലൊക്കെ എത്ര വളർന്നെന്ന് വെച്ചാൽ അതാ കണ്ടോ, ഇങ്ങനെ വളർന്ന് കുമിഞ്ഞു കൂടിയേക്കുവാണ്. ഇതിനെ നമുക്കൊരു വലിയ പോണ്ട് പോലത്തെ ഒരു സെറ്റപ്പാക്കി മാറ്റണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പോണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പയ്യൻ അതിലിറങ്ങി നിൽക്കും. അതുകൊണ്ടാണ് പോണ്ട് ആക്കാത്തത്. ഇനി നാട്ടിൽ നിന്ന് വന്നിട്ടാക്കാം. ഇതൊരു മീൻ അതിൽ കാണാനുണ്ട്, താഴോട്ട് നമ്മളെ കൈ കൊണ്ടപ്പോൾ താഴോട്ട് ഓടുന്നുണ്ട്. ബാക്കി മീനൊക്കെ എവിടെ പോയി, ഗാറൊക്കെ എവിടെ പോയി. ഗാറുണ്ട്, ബൈച്ചറുണ്ട്. ഇവന്മാരെ കണ്ടു കിട്ടാൻ വലിയ പാടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനാവശ്യ പരിപാടിയായി പോയി. ഇതിലിപ്പോൾ നമുക്ക് ഫിഷിനൊന്നും കാണുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഡേഞ്ചറാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർക്ക് ടാങ്കും ഫിഷും എല്ലാം കൂടെ കിട്ടും. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഏതായാലും നമ്മുടെ ബാക്കി ഫിഷൊക്കെ വരട്ടെ. അവരെ കാത്തു നിന്ന് ഇപ്പോൾ അവസാനം രാത്രി. ഇപ്പോൾ പറയട്ടെ, അവർ നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള സമയമില്ല. ഇനി അവർ പോകുന്ന വഴിയിൽ നമ്മൾ അവിടെ പോയി വാങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അതിനെയും കൊണ്ട് വേണം വരാനിപ്പോൾ. ഏതായാലും നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ പുള്ളിക്കാരൻ ഇതാ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവരെ വണ്ടി ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത്. യെസ്, ഇതാരാണ് ആള്? നമുക്കറിയാത്ത ആളാ, യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ വിജയകരമായി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാരെ കൊണ്ടുപോയി നമുക്ക് അതിലേക്ക് വിടണം. നല്ല പേരൊക്കെ എഴുതി ബന്ധമാക്കിയിട്ടൊക്കെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തായ്ലൻഡിൽ നിന്നാണ് വരുന്നതെന്ന്. എവിടുന്നേലും വരട്ടെ. നമ്മളെ പേരൊക്കെ എഴുതി റെഡിയാക്കി സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നീ അവിടെ വീട്ടിൽ നിന്ന് കാണാണ്ട് ഇറങ്ങി ഓടിയതാ? പിച്ചുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുറന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതല്ലാതെ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നടുവേദന എപ്പോൾ വന്നതെന്ന് വെച്ചാൽ മതി. ബേബുച്ചെന്താ വേണ്ട ഫിഷിനെ നോക്കണം. അപ്പോൾ ഇതായിക്കട്ടെ. എവിടെ മറ്റുള്ളവരെല്ലാം എവിടെ പോയി? മറ്റുള്ളവരെവിടെ പോയേ? ഉള്ളിലാ? അവിടെ ഉണ്ടോ? അപ്പനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ട് വരാണ്ടിരിക്കുന്നേടാ അവർ. അൺബോക്സിങ് വീഡിയോടാ ചെക്ക.
കാണിച്ചരാടാ, കാണിച്ചേട്ടാ ആക്കെ. ഓ, നമ്മൾ സ്നേക്ക് ഇട്ട് ജബറൻ സ്നേക്ക് ഇട്ടാണ്, ഭയങ്കര ജമണ്ടൻ സ്നേക്ക് ഇട്ടാണ് ഓസ്കാർ. ഇത് 2 വലിയ സ്നേക്ക് ഇട്ട്, 2 ആണോ 3 ആണോ, 2 മീഡിയം. ഇതാണ് ജംബോ. കാണണ നിങ്ങൾക്ക്? വാ, ബപ്പെടുക്ക. അയ്യോ, കണ്ടോ കണ്ട ഫിഷിനെ കണ്ട? അതാ നോക്കി ഫിഷിനെ നോക്കി. ഫിഷിനെ കണ്ട? എത്ര ഫിഷുണ്ട്? എത്ര ഫിഷുള്ള? തീയാ? ആ, 3 പാക്കറ്റ് കണ്ടുകൊണ്ട് തീന്ന് അറിഞ്ഞു കേട്ടോ. പാക്കറ്റ്. ആ, നമുക്ക് നീ ഉള്ളിൽ നിൽക്ക്, ഞാൻ പിന്നെ ഓരോ ഫിഷിനായിട്ട് എടുത്ത് കൊണ്ടിരട്ടെ. അപ്പോൾ പാപ്പനെ വീഡിയോ എടുക്കണേ കേട്ടോ. ഓക്കെ. ഇത് മീഡിയം സ്നേക്ക് ആണ് പൂസേ. ഇത് ഓസ്കാർ. നമ്മൾ നമ്മൾ സ്നേക്ക് കെട്ടിനെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു അക്ലിമറ്റൈസേഷൻ ചെയ്തില്ലേ മോശമല്ലേ? ആ, ഈ വലിയ സ്നേക്ക് കെട്ടിനെ ഇതിലാക്കാൻ പറ്റുള്ളൂ. ചെറിയ സ്നേക്ക് കെട്ടിനെ ഇതിലാക്കിയാൽ ചിലപ്പോൾ പാർക്ക് വരാണെങ്കിൽ കൂടെ ശരിയാക്കി വെക്കും. നമുക്ക് ഇതിനെ തൽക്കാലം പുറത്തിടാം. ഇതും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ, അതിനുശേഷം മെല്ലെ തുറന്നു വിടാം. കണ്ടു എന്നെ തൊടണ്ടടാ, ലൈറ്റ് ആക്ക്. എടുക്കുന്നുണ്ടോ? ഉള്ളു കാണും. നമ്മൾ ഈ വെള്ളം അതിലാവാണ്ടിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. അയ്യോ, okay, first time seeing a snake. I saw that one. Papa, where's that other snake? What? Baby? No, there was another one, right? That was only one. Starting red teal. നമുക്ക് ഈ സൺകോണൂറിൻ്റെ സൗണ്ട് കൊണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഇതിൽ ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ അവന്മാരെ പിടിച്ച് നമുക്ക് ഒരു ബക്കറ്റിലിട്ടിട്ട് നമ്മളെ മെയിൻ ടാങ്കിലേക്ക് കൊണ്ടുപോകാം. ഇന്നലെ ആ കൊണ്ടുവന്ന തിരക്കിനകത്ത് നമ്മൾ ഇതിനകത്താണ് ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 4 അത്യാവശ്യം വലുപ്പമുള്ള 2 വലിയ ഓസ്കാറും 2 മീഡിയം ഓസ്കാറും ഉണ്ട്. പിന്നെ 3 സ്നേക്ക് ഹെഡ് ഉണ്ട്, ഗാറുണ്ട്, പിന്നെ ആരാണ്, ടൈഗർ ബൈച്ചറുണ്ട്. പക്ഷേ ഗാറിനെ ടൈഗർ ബൈച്ചറിനെ ഇപ്പോൾ എടുക്കുന്നില്ല, അവരതിൽ തന്നെ ഇരിക്കട്ടെ. അതിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാക്കുമായിട്ട് ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് മാറ്റാനുള്ള പരിപാടികളാണ് നോക്കുന്നത്. ഇതിനകത്ത് നിറയെ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സ് നിറയെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര സംവിധാനമൊക്കെ ആക്കി മൂടിയൊക്കെയാണ് വെച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് ദീപമാർ ചാടി ചത്തു. കൊണ്ടുവന്ന ചൂട് മാറുന്നതിന് മുമ്പ് ചത്തു കഴിഞ്ഞാൽ പൈസ പാറക്കടിച്ചു പോകില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പണ്ട് നമുക്ക് ആ അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. പ്ലാന്റ്സ് അങ്ങ് വളർന്ന് കുട്ടപ്പനായി പോയിട്ടോ. അതാ എന്തൊരു ഭംഗിയാ നോക്കൂ കേട്ടോ. നല്ല
വാട്ടർ ലെറ്റ്യൂസ് ഇപ്പോഴാണ് വാട്ടർ ലെറ്റ്യൂസ് ആയത്. ഇനി ഓൾറെഡി സ്നേക്ക് ഹെഡിനെയൊക്കെ ഓസ്കാറുകൾ തട്ടിയോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത്, ഫോക്സ് ടൈൽ. ഒരു വലിയ പോണ്ട് വാങ്ങി ഇടാന്ന് വെച്ചാൽ നമ്മുടെ പയ്യൻ സമ്മതിക്കില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കുമായിരുന്നു. ഓ, ഇത് ഇതിനകത്തിട്ട് അപ്പോൾ കഴിഞ്ഞാൽ മീൻ അതിനകത്തിടും. സാറില്ല, ഇതിനെ നമുക്ക് ബക്കറ്റിലേക്ക് മാറ്റാം. തൽക്കാലം ഇതിനകത്തിടാം. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാക്കുവിനെ ചിലപ്പോൾ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടേണ്ടി വരും. പക്ഷേ പാക്കു അപ്പോൾ ഈ ചെടിയൊക്കെ തിന്നു. പാക്കുവിനെ മൺഡേ വരെ ഇതിനകത്ത് ഇടേണ്ടി വരും. കാരണം മൺഡേ നമുക്ക് വേണമെങ്കിൽ അവനെ നമ്മുടെ അക്വാപോണിക്സിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ചെടികൾ ഇതിലിടാം. മീൻ മണക്കുന്നു. മീനിൻ്റെ ടാങ്ക് പിന്നെ മീനല്ലാതെ ബിരിയാണി മണക്കും അല്ലേ. ഒരു ബക്കറ്റ് നിറയെ ചെടിയാണ്. ഇപ്പോൾ വെള്ളം ഇതിലേക്ക് പിടിക്കുകയാണ് പൈപ്പിട്ടിട്ട്. ഇതിലെങ്ങനെ നോക്കിയാൽ ഫിഷിനെയൊന്നും കാണാൻ പറ്റില്ല, വെയിലായതുകൊണ്ട്. ഇപ്പോൾ വെള്ളം തെറിക്കും. ഇപ്പം എത്രയായി? 4 ഓസ്കാറും 2 സ്നേക്ക് ഹെഡും ആയി അല്ലേ? ഇനി എത്ര ഉണ്ട്? ഇനിയുണ്ട് ഇതുപോലെയാണ്. ഇതിലിപ്പോൾ 3 മീഡിയം സ്നേക്ക് ഹെഡ്, പിന്നെ 2 ചെറിയ ഓസ്കാർ, 2 വലിയ ഓസ്കാർ. നമ്മൾ കുറച്ച് നേരം ഒരു അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് കവറിലിട്ട് ഇവരെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഇതിൽ ഓൾറെഡി ഉള്ള മോൺസ്റ്റർമാരൊക്കെ ഇപ്പോൾ തന്നെ പോയി ഫിഷിനെ കടിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഫിഷിൻ്റെ കവർ അതിനെ വലുതിനെ നമുക്ക് പിടിച്ച് അപ്പുറം ടാങ്കിൽ കൊണ്ടുവരേണ്ടി വരും. ഉണ്ടോ, ഇപ്പോൾ തന്നെ കവർ പിടിച്ച് വലിക്കുവാണ്. ലഞ്ചിട്ട് കൊടുത്തതെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. ഇന്നലത്തെ സ്നേക്ക് ഹെഡ് ഉഷാറായി പോയി അല്ലേ രാത്രിയിട്ട്? പിടിച്ചിനാ മരണം തുള്ളിട അങ്ങോട്ട് പോ. Wait, deep under the water. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me.